ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റേ വൗ. ഇന്നത്തെ ഈ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ചെയ്തു തീർക്കാനും ഉണ്ടായിരിക്കും. അവരുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതേപോലെ ജോലി കാര്യമായാലും ഒരുപാട് ജോലി ഭാരം കൂടി വരികയാണ്. സോ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ അവസ്ഥയിൽ ഒരു വ്യക്തിക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് ഓവർ സ്ട്രെസ് ഫീൽ ചെയ്യുന്നത്. ഒരു കൂട്ടം ഗവേഷകരുടെ നിരീക്ഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഈ ഒരു 60 മുതൽ 65% വരെ ജോലി ചെയ്യുന്ന ആളുകളിലാണ് നമുക്ക് കൂടുതലായിട്ട് സ്ട്രെസ് കാണാൻ പറ്റുന്നത്. ഇതിങ്ങനെ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓഫീസിൽ ഒരുപാട് ജോലി ഭാരം ഉണ്ടാവുമ്പോഴാണ് അവർക്ക് ഇങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നത്. സോ അവർക്ക് ഓഫീസിൽ നിന്ന് വർക്ക് കഴിയാണ്ട് വരുമ്പോൾ അവരത് വീട്ടിൽ വന്നിട്ടും അതേപോലെ ചെയ്യണം. ആ ഒരു വർക്കിന്റെ ബാക്കി അവർക്ക് വീട്ടിൽ നിന്ന് ചെയ്യേണ്ടി വരികയാണ്. ഇങ്ങനെ ഓഫീസിൽ നിന്ന് നമുക്ക് ഒരുപാട് സ്ട്രെസ് ഫീൽ ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു ഫലമായിട്ട് നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും നമ്മുടെ വീട്ടിലുള്ള ആളുകളോട് വരെ നമ്മൾ മോശമായിട്ട്, അതായത് ഇപ്പം വളരെ ദേഷ്യത്തോടു കൂടി നമ്മൾ പെരുമാറുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. മാത്രവുമല്ല, തുടർച്ചയായി ഇങ്ങനെ സ്ട്രെസ് അനുഭവിക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു 30-35 വയസ്സ് കഴിഞ്ഞാൽ അവരിൽ ഒരുപാട് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് ഇപ്പൊ ഹാർട്ട് അറ്റാക്ക്, മെറ്റബോളിക് സിൻഡ്രോം, ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഈ ഒരു ജോലി സ്ട്രെസ് കുറയ്ക്കേണ്ടത് നമുക്ക് വളരെ അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. സോ എങ്ങനെ നമുക്ക് ഈ ഒരു ജോലി ഭാരം കാരണം ഉണ്ടാവുന്ന ഈ ഒരു സ്ട്രെസ് നമുക്ക് എങ്ങനെ കുറച്ചെടുക്കാം എന്നതിനെ കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. പ്രതികരിക്കുന്നതിന് പകരം പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കേണ്ട കാര്യം. അതായത് നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും, നമുക്കിപ്പോൾ ഒരുപാട് സ്ട്രെസ് ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ കൺട്രോളിലാവില്ല. ഈ ഒരു സ്ട്രെസ് ഹോർമോണിന്റെ വർധനവാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണം. സോ അങ്ങനെ ആയിരിക്കുമ്പോൾ നിങ്ങൾ സ്വയം നിങ്ങൾക്ക് കുറച്ച് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന ഈ ഒരു സ്ട്രെസ് അത് നമുക്ക് വളരെ കുറച്ച് നേരത്തേക്ക് മാത്രമാണ്, താൽക്കാലികമായിട്ട് ഉണ്ടാവുന്നതാണെന്നുള്ള ഒരു കാര്യം നിങ്ങൾ സ്വയം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരുപാട് സ്ട്രെസ് ഫീൽ ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് ആ ഒരു കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞാൽ മാറും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി നമ്മുടെ മനസ്സിൽ ആ ഒരു ക്ഷമയും ഏകാഗ്രതയും കൊണ്ടുവന്ന് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കാം. രണ്ടാമത്തെ കാര്യമാണ്, ഇങ്ങനെ ഓഫീസ് വർക്ക് ചെയ്യുന്ന ആളുകളിലാണ് നമുക്ക് കൂടുതലായിട്ട് ഈ സ്ട്രെസ് ഫീൽ ചെയ്യുന്നത് കാണാൻ പറ്റുന്നത്. അതായത് കൂടുതൽ സമയം അവരിരുന്ന് ഒരേ ഇരിപ്പിൽ ഇരുന്നിട്ട് തീരെ ഒരു റെസ്റ്റ് ഇല്ലാതെ അവർ അധ്വാനിക്കുകയാണ്, അല്ലെങ്കിൽ വർക്ക് ചെയ്യാണ് ഓഫീസിൽ. സോ അങ്ങനെയാകുമ്പോൾ അവരുടെ മനസ്സിനും അവരുടെ ശരീരത്തിനും തീരെ ഒരു റെസ്റ്റ് ഇല്ലാതെ വരുമ്പോൾ അവർക്ക് ഒരുപാട് ക്ഷീണം അനുഭവപ്പെടാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതാണ് അവർക്ക് ഈ ഒരു സ്ട്രെസ് ഫീൽ ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ. ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് വളരെ എളുപ്പമായി തീർക്കാവുന്ന ജോലികൾ പോലും വളരെ ബുദ്ധിമുട്ടായി തോന്നും, അല്ലെങ്കിൽ തീർക്കാൻ നമ്മൾ ഒരുപാട് സമയം എടുക്കും. സോ അങ്ങനെ നിങ്ങൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു റെസ്റ്റ് ഇല്ലാതെ നിങ്ങൾ ഇങ്ങനെ ജോലി ചെയ്യാതെ ഇരിക്കുക. അതായത് ചെയ്യുന്നതിന്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊരു ഗ്യാപ്പ് ഇട്ട് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് നടന്നു വരാം. അത് ഓഫീസിന്റെ ഉള്ളിലായാലും ശരി, നിങ്ങൾക്ക് ഇന്ന് പുറത്തായാലും ശരി, ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് നടന്നു വരാം. അതേപോലെ നിങ്ങൾക്ക് ഇടയിൽ ഒരു പവർ നാപ്പ് എടുക്കാം. അതായത് ഒരു 10 to 15 മിനിറ്റ്സ് നിങ്ങൾക്ക് ഒന്ന് ഉറങ്ങാം. അതായത് അലാമൊക്കെ വെച്ചിട്ട് വേണം നിങ്ങൾ ഉറങ്ങാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങ് നിങ്ങൾ ഉറങ്ങിപ്പോകും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങൾ ഇടയിൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തിട്ട് ഒരു കോഫി കുടിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതിന് പകരം ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേപോലെയാണ് ഈ ലഞ്ച് ബ്രേക്കിന്റെ ടൈമിലൊക്കെ നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കുറച്ച് നിങ്ങൾ നടന്നു വരാം. അതേപോലെ നിങ്ങൾക്ക് ചെറിയ എക്സസൈസ് ഒക്കെ ഒന്ന് ചെയ്തു നോക്കാം. സോ ഇതൊരു പരിധി വരെ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ മറ്റൊരു കാര്യമാണ്, നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ഓഫീസിൽ വർക്ക് ഉണ്ട്, ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം വല്ലാതെ ബോറടിക്കും, അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോൾ അതൊരു ചെയ്യുന്ന ജോലിയോട് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പാട്ട് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് അങ്ങനത്തെ രീതിയിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എൻജോയ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്ട്രെസ് നിങ്ങൾക്ക് അത്രത്തോളം അങ്ങ് ഫീൽ ചെയ്യില്ല. അതുപോലെ ഇനിയിപ്പോൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ കൂടി നമ്മൾ ഈ പാട്ട് കേൾക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. നമുക്കൊരു മൈൻഡ് വളരെ കൂളാവുന്ന പോലെ ഉണ്ടായിരിക്കും. അത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ചില ആളുകൾക്ക് ഈ ജോലി സ്ഥലത്ത് ഉണ്ടാവുന്ന ഈ ഒരു സമ്മർദ്ദം കാരണം ദേഷ്യവും സങ്കടവും ഒക്കെ കൂടും. അത് നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളെ കൂടെ ബാധിക്കാൻ കാരണമാകാറുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പരിധി വരെ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ഒരു സ്ട്രെസ് നിങ്ങൾക്ക് കുറച്ചെടുക്കാൻ സാധിക്കും. നമുക്ക് ഈ സ്ട്രെസ് ഓവറായി കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും.
തീർച്ചയുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്ക് BP ഉണ്ടാവും, അതേപോലെ ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും, നമുക്ക് ഈ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് വരെ അത് എഫക്ട് ചെയ്യും. അത് നമുക്ക് എന്നിട്ട് സ്റ്റൊമക്ക് ഏക്ക് ഒക്കെ ഉണ്ടാവും, ഹെഡ് ഏക്ക് ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ ഒരു ഇമോഷണലി നമ്മൾ വളരെ ഡൗൺ ആയിരിക്കും അല്ലെ, ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കുമ്പോൾ. സോ അത് നമ്മൾ ഈ ഡിപ്രഷനിൽ വരെ നമ്മൾ കൊണ്ട് ചെന്നെത്തിക്കും. സോ അതുകൊണ്ട് ഈ ഒരു സ്ട്രെസ് നിങ്ങൾ കഴിയുന്നത് മാറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ഭക്ഷണം ഒന്നും സ്കിപ്പ് ചെയ്യാതെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഒരുപാട് വർക്കൊക്കെ ഉണ്ടാകുമ്പോൾ പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ ലഞ്ചും ഒക്കെ അവർ സ്കിപ്പ് ചെയ്തിട്ട് വർക്ക് ചെയ്യുക. സോ അത് നിങ്ങളുടെ ഹെൽത്തിനെ ഒരുപാട് ദോഷമായിട്ടാണ് ബാധിക്കുന്നത്. ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം നമ്മൾ ഈ ശരിയായ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൂടെ ശ്രദ്ധിക്കണം. അതായത് ശരിയായ ഭക്ഷണം എന്ന് പറഞ്ഞത് അങ്ങനെയല്ല, നമ്മൾ കുറെ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്. അല്ലാതെ നമ്മൾ ഈ ഒരു ഫാസ്റ്റ് ഫുഡിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നിങ്ങളിൽ സ്ട്രെസ് കൂടുതലായിട്ട് ഫീൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാക്കും. അതുപോലെ തന്നെയാണ് കൃത്യമായ ഉറക്കം. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന ജോലികളിൽ കൂടി അത് ബാധിക്കും. അതായത് നിങ്ങൾക്ക് ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ക്ഷീണം അത് നിങ്ങൾക്ക് അനുഭവപ്പെടും. സോ നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാനും പറ്റില്ല. സോ നല്ല രീതിയിൽ ഉറങ്ങാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ യോഗ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത്. അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഇങ്ങനെ ഇനി ഒരു സ്ട്രെസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം ചെയ്തു നോക്കാവുന്ന കാര്യമാണ് ഡീപ് ബ്രീതിങ് എക്സസൈസും. അങ്ങനെ ചെയ്തു നോക്കിയാൽ നിങ്ങൾ ഒരു സ്ട്രെസ് നിങ്ങൾക്ക് കുറച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ഇങ്ങനെ സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ വന്നിരുന്നാലും കുറച്ച് നേരം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലുള്ള കാര്യങ്ങളും നിങ്ങളുടെ ടെൻഷൻസ് ഒക്കെ അവരുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. സോ അതേപോലെ തന്നെയാണ് നിങ്ങൾ ഓഫീസിൽ ഇപ്പോൾ ഒരുപാട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇടയിൽ ഞാൻ പറഞ്ഞൊരു ഗ്യാപ്പ് എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും യൂട്യൂബിലൊക്കെ എന്തെങ്കിലും വീഡിയോസ് അല്ലെങ്കിൽ വല്ല കോമഡി സീൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാം. ഇപ്പോൾ ഒരുപാട് അങ്ങനത്തെയൊക്കെ നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ എൻജോയബിൾ ആക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പൊ ഈ ഒരു സ്ട്രെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് പരമാവധി നിങ്ങൾക്ക് തന്നെ സ്വയം അത് നിയന്ത്രിക്കാൻ സാധിക്കും. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് ടൈം നല്ലൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ദിസ് ഈസ് മീ ഷോണ. ബൈ.